എക്കൽ കയറി മത്സ്യബന്ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന പ്രദേശവാസികൾക്ക് ദുരിതമായിക്കൊണ്ടിരിക്കുന്ന വേമ്പനാട്ട് കായലിന്റെ സംരക്ഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പദയാത്ര നടത്തി. സാമൂഹിക പ്രവർത്തകൻ ജോസ് ക്രിസ്റ്റഫർ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ PR അജാമളൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടുത്ത 25 വർഷങ്ങൾക്കുള്ളിൽ തീര മേഖലകളിൽ വരുവാൻ പോകുന്ന ജലവിധാനത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് ലോക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊക്കെ വിശദമായി ലോകത്ത് ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ കൊച്ചിയടക്കം വരുന്ന പ്രദേശങ്ങൾ ഈ പട്ടികയിൽ പെടുന്നു എന്നുള്ള കാര്യം സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിന് അറിവില്ലാതെ പോകുന്നതല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ വേമ്പനാട്ട് കായലിൻ്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ AD 3-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ്. അറബിക്കടലിൻ്റെ ഉൾക്കടലായിരുന്ന ഈ ഭാഗം രൂപം പ്രാപിച്ചിട്ട് 1700 വർഷങ്ങൾ പിന്നിട്ടു. കേരള നദീ സംരക്ഷണ സമിതി സെക്രട്ടറി TN പ്രതാപൻ, കൊച്ചി നഗരസഭാ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, KK വാമലോചനൻ എന്നിവർ പ്രസംഗിച്ചു. KA ബാബു, VS ഷൺമുഖൻ, KK സത്യപാലൻ, ശ്രീദേവി ഷിബു, രാഗിണി തുളസീദാസ്, VB ഗോപിനാഥ്, പ്രദീപ് കുമാർ വല്ലാർപാടം, MP മുകേഷ്, ഷിബു, TS സനൽ, PR ബിജു എന്നിവർ നേതൃത്വം നൽകി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡോക്ടർ മാധവ് ഗാർഗിൽ നമ്മൾക്കെല്ലാം മുന്നറിയിപ്പ് തന്നു. പക്ഷെ നമ്മളത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ വയനാട് ഒരു ദുരന്തം കഴിഞ്ഞു, നമ്മളെന്നിട്ടും പഠിച്ചിട്ടില്ല. ഇന്ന് ഈ തീരദേശത്തുള്ള വളരെയധികം ആളുകളാണ് എന്നും വെള്ളക്കെട്ടുമായി നമ്മളുമായി ബന്ധപ്പെടുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ തന്നെ 16 ഡിവിഷനുകൾ അതീവ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് അത് തലക്കിൽ വെച്ച് കിടന്നിറങ്ങുന്ന ഒരു മേയറും ഭരണകൂടങ്ങളുമാണ്. ഈ മേയറിന് ഇതിനെതിരെ നമ്മൾ ഒരു പരാതി കൊടുത്തിട്ട് 10 മാസമായിട്ട് അതിനൊരു മറുപടി തന്നില്ല. അപ്പോൾ 16 ഡിവിഷൻ കൊച്ചിൻ കോർപ്പറേഷനിൽ വെള്ളം കയറി ഇവിടുത്തെ മനുഷ്യർ ചത്തുപോയാലും ഇവിടുത്തെ ഭരണാധികാരികൾക്കൊന്നും സംഭവിക്കാനില്ല. കാരണം ഇങ്ങനെ കുറെ ആളുകൾ ചത്തു കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ കുറെ പണമുണ്ടാക്കി വീണ്ടും ഇവർക്കെല്ലാം സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. കുസാറ്റിൻ്റെ റിപ്പോർട്ട് പറയുന്നത് വേമ്പനാട് കായലിൽ 4 മീറ്റർ ആഴം നിലനിർത്തേണ്ടത് അത്യന്തം ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദ സംഘടന 15 വർഷമായിട്ട് 2 മീറ്റർ ആഴം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഭരണകൂടങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്നത്. എക്കൽ നിറഞ്ഞ നാശത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്ന വേമ്പനാട്ട് കായൽ സംരക്ഷിച്ചില്ല എങ്കിൽ അത് ഭാവി തലമുറയുടെ നാശത്തിന് തന്നെ കാരണമായി തീരുമെന്ന് സമരക്കാർ ആരോപിച്ചു. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, പള്ളുരുത്തി.